ട്രംപ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം പ്രകടിപ്പിച്ച ഒരു രാജ്യം ഇന്ത്യ ആയിരുന്നു. അതിനുള്ള ഒരു കാരണം ഇന്ത്യ അമേരിക്ക സൗഹൃദ ബന്ധം തന്നെയായിരുന്നു. എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ടാരിഫ് അമേരിക്ക ചുമത്തിയപ്പോഴും ഇന്ത്യ ചെറുതായി ഒന്ന് പരിങ്ങിയെങ്കിലും വളരെ പോസിറ്റീവായി തന്നെയാണ് നിന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും ഇലീഗലായിട്ട് കുടിയേറി വന്നവരെ അമേരിക്ക ഇപ്പോൾ തിരിച്ചു പറഞ്ഞേക്കുന്നു എന്ന വാർത്ത വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യയിൽ നിന്നും വന്ന് കുടിയേറ്റക്കാർ ഉണ്ടോ? എന്താണ് ഇന്ത്യയിലുള്ള ട്രംപിന്റെ ഇപ്പോഴുള്ള മനോഭാവം? കൂടുതൽ വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഏകദേശം 2 കോടി ജനങ്ങളാണ് അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനത്തിൽ പെട്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു ഓർഡർ അമേരിക്ക നടപ്പിലാക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയെ തന്നെയാണ്. കാരണം അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മേഖലകളിൽ ഒന്ന് തന്നെയാണ് ഈ അഗ്രികൾച്ചർ സെക്ടർ. അമേരിക്കയുടെ ഫാം സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന 70% ജനങ്ങളും ഈ ഇല്ലീഗലി കുടിയേറി വന്നവർ തന്നെയാണ്. അവരെ എല്ലാം അമേരിക്ക തിരിച്ച് പറഞ്ഞയച്ചാൽ പിന്നെ അമേരിക്കയുടെ ഫാം മേഖലകളിൽ ജോലി ചെയ്യാൻ ഈ അമേരിക്കൻസ് തന്നെ ഇറങ്ങിത്തിരിക്കേണ്ടി വരും. അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി ലീഗലി കുടിയേറി വന്നവരാണെങ്കിൽ പോലും ഒരിക്കലും തുച്ഛമായിട്ട് ശമ്പളത്തിൽ അവർ ഒരിക്കലും ജോലി ചെയ്യുവാനും തയ്യാറാകില്ല. അമേരിക്കയിലുള്ള ഏത് ജോലി എടുത്തു നോക്കുകയാണെങ്കിലും, ഇപ്പൊ ഫാക്ടറികളിൽ ആണെങ്കിലും താഴെക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഏത് ജോലികൾ ശ്രദ്ധിച്ചാലും മതി, അതിലെല്ലാം ഇലീഗലി ജോലി ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. ഇവിടെ എടുത്തു പറയാനുള്ളത് ഇതിലെല്ലാം ഇന്ത്യൻ വംശജരുമുണ്ട് എന്നാണ്. ഏറ്റവും കൂടുതൽ ഫാം മേഖലയിലാണ് കൂടുതലായിട്ടും ഇന്ത്യക്കാരുള്ളത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ കൃഷിഭൂമികളാൽ സമൃദ്ധമായ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇലീഗലായിട്ട് വന്ന ഇന്ത്യക്കാർ കൂടുതലായിട്ടും ജോലി ചെയ്യുന്നത് ഫാം സെക്ടറുകളിലാണ്. ഇനി 80% ഇന്ത്യക്കാരെ ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുമുണ്ട്. പക്ഷെ ഇന്ത്യക്ക് അതിനോട് വിരോധമൊന്നുമില്ല. അമേരിക്കയിൽ നിന്നും ഡിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്കാരെ ഇന്ത്യ സസന്തോഷം തന്നെ സ്വീകരിക്കുമെന്ന് ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അമേരിക്കയോട് ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇന്ത്യക്കാരെ ഡിപ്പോർട്ട് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതൊരിക്കലും, അതായത് ഡിപ്പോർട്ട് എന്നുള്ളത് അവരുടെ പാസ്പോർട്ടിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ പിന്നീട് അവർക്ക് ഒരിക്കലും മറ്റു രാജ്യങ്ങളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പിന്നീട് ഒരിക്കലും അമേരിക്കയിലേക്ക് അവർക്ക് വരാനോ കഴിയില്ല. ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപിനോട് അപേക്ഷിച്ച ഒരു കാര്യം കൂടിയാണ്. എന്നാൽ ഇന്ത്യയുടെ ആ ഒരു തീരുമാനത്തോട് ട്രംപ് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തോടും കാണിക്കാത്ത ഒരു സ്നേഹം എന്തായാലും ഇന്ത്യയോട് ട്രംപ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻസിനെ ഇനി പറഞ്ഞു വിട്ടാലും അമേരിക്കയുടെ ഗ്രീൻ കാർഡ് കോട്ടയിൽ ആദ്യ പ്രിഫറൻസ് നൽകുക ഇന്ത്യയുടെ ഡിപ്പോർട്ട് ചെയ്ത് വിടുന്ന ഇന്ത്യക്കാരെയാകും. മറ്റൊരു രാജ്യത്തിനും നൽകാത്ത ഒരു പ്രിഫറൻസ് തന്നെയാണ് ഇപ്പൊ ഇന്ത്യക്ക് അമേരിക്ക നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മെക്സിക്കൻസിനെയും കംപ്ലീറ്റ്ലി ഡിപ്പോർട്ട് ചെയ്യാൻ ട്രംപിന് ഒരിക്കലും സാധിക്കില്ല. അമേരിക്കയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഇലീഗലായിട്ട് വന്നിരിക്കുന്ന മെക്സിക്കൻസ് ആണ്. അമേരിക്കയുടെ ഏത് ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാലും അവിടെ താഴെക്കിടയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഇലീഗലായിട്ട് വന്ന് ജോലി ചെയ്യുന്ന മെക്സിക്കൻസ് ആണ്. അതുകൊണ്ട് തന്നെ അനധികൃത കുടിയേറിയ മെക്സിക്കൻസിനെ അമേരിക്കയിൽ നിന്നും കംപ്ലീറ്റ്ലി വാനിഷ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല ട്രംപിന്. പിന്നെ അമേരിക്ക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രിക്ട്ലി ആക്ഷൻ എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് ചോദിച്ചാൽ അവിടെ ക്രൈം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അമേരിക്കയിൽ ക്രൈം ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. ഓൾറെഡി അമേരിക്കയിൽ ഗൺ കൾച്ചർ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതിന്റെ കൂടെ ഇങ്ങനെ ഇലീഗലി ആയിട്ട് കുടിയേറി വന്നവർ കൂടുതലായിട്ടും ഈ ലഹരിക്ക് അടിമകൾ കൂടിയാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന മെക്സിക്കോ. അതുപോലെ കൂടുതലായിട്ടും ഡ്രഗ്സ് അമേരിക്കയിലേക്ക് വരുന്നതും മെക്സിക്കോയിൽ നിന്നുമാണ്. അങ്ങനെ അവിടെ ക്രൈം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്ക ഇങ്ങനെയൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്. അമേരിക്കയെ സംബന്ധിച്ച് ഈ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം ഇങ്ങനെ ലഹരിക്ക് അടിമകളായി മാറിയവരെ അമേരിക്കയിലെ ഡി അഡിക്ഷൻ സെന്റേഴ്സ് പോലുള്ള ഷെൽട്ടറുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് താമസിക്കാൻ ഈ ലഹരിക്ക് അടിമകളായവർ ഒരിക്കലും തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം സമൂഹ മാധ്യമങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്,
നമ്മുടെ നാട്ടിലൊക്കെ ഭിക്ഷാടകക്കാര് എങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അമേരിക്കയുടെ സിറ്റികളിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട സിറ്റികളാണ് ഈ കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ് പോലുള്ള സിറ്റികൾ. അവിടങ്ങളിൽ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ളവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ. അവർക്ക് ഷെൽട്ടർ അല്ല പ്രധാന ആവശ്യം, ഡ്രഗ്സ് ആണ് അവരുടെ പ്രധാന നീഡ്സ് എന്ന് പറയുന്ന ഡ്രഗ്സ് ആണ്. എന്തായാലും അമേരിക്ക ഈ 2 കോടി ജനങ്ങളെയും അമേരിക്കയിൽ നിന്നും പറഞ്ഞയക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുപോലെ അമേരിക്കയുടെ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് ഈ ഡീപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യക്കാർക്ക് അമേരിക്കൻ ഗ്രീൻ കാർഡ് കോട്ട വഴി വീണ്ടും അമേരിക്കയിലേക്ക് ലീഗലി പ്രവേശിക്കാം എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനി എത്രത്തോളം പ്രാബല്യത്തിൽ വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു.